എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷാണ് റെഡിയാക്കാൻ പോണത്. പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി അതിൻ്റെ സിറപ്പ് മാത്രം എടുത്തുകൊണ്ട് വരാം. അതിൻ്റെ കുരു പൊടിയാണ്ട് നോക്കണം. എനിക്കിപ്പോൾ ഇതൊരു 250 ml 4 കപ്പ് എനിക്ക് സിറപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളെങ്ങനെയൊക്കെ അത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും 1-2 കുരുക്കളൊക്കെ അതിലൊന്ന് പെടും. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒഴിക്കുമ്പോൾ അതിൽ കുറച്ച് കുരുവിൻ്റെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ അരിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതേ അളവിൽ തന്നെ നമുക്ക് വെള്ളവും അളന്നെടുക്കണം. അപ്പോൾ 1 ലിറ്റർ പാഷൻ ഫ്രൂട്ട് സിറപ്പിന് 1 ലിറ്റർ തന്നെയാണ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ ഡബിൾ അളവിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഒരു 250 ml സെയിം കപ്പിൽ തന്നെ വടിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഡബിൾ അളവിൽ ഷുഗർ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാനി അത്യാവശ്യം ഒന്ന് കട്ടിയായി കിട്ടിയാൽ മതി. 1 നൂൽ 2 നൂൽ പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായി അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് സിറപ്പ് 1 ലിറ്റർ ഉണ്ട്. സെയിം അളവിൽ നമ്മൾ വെള്ളം എടുത്തു. അതേ കപ്പിൽ ഡബിളായിട്ട് നമ്മൾ 8 കപ്പ് ഷുഗർ എടുത്തു. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഒരു 250 ml കപ്പിൻ്റെ പാഷൻ ഫ്രൂട്ട് സിറപ്പിന് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ലൈം ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിൽ 4 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യണം. ഇതേപോലെ ലൈം ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടത് ഇളക്കി കൊടുക്കാം. അതേപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും നമ്മൾക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം. സ്വല്പം മതി. ഇനിയിപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് തിളപ്പിക്കാണ്ടാണ് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷുഗർ സിറപ്പ് നന്നായി തണുത്തതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പക്ഷേ അതൊരു 2-3 മാസമേ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഐസ് ട്രേയിൽ ഒഴിച്ച് ക്യൂബ്സ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് പാഷൻ ഫ്രൂട്ട് സിറപ്പ് നമ്മൾ ഈ ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി തിളപ്പിക്കുക. ഈ ഒഴിച്ച് കൊടുക്കുമ്പോൾ അടിയിൽ കുറച്ച് കുരുവിൻ്റെ ഉണ്ടോ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി നല്ല തിള വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാവുള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഒരു 1.5 വർഷം സുഖമായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഒട്ടും തന്നെ കേടാവില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഗ്ലാസിൻ്റെ കുപ്പികളിൽ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. നമ്മളുടെ പഞ്ചസാര ലായനി ഇപ്പോൾ 1 നൂല് 2 നൂല് പരുവത്തിലൊന്നും നമ്മൾ ആക്കിയിട്ടില്ല. ജസ്റ്റ് ആ പഞ്ചസാര ലായനിക്ക് ഒരു കൊഴുകൊഴുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ലൈം ജ്യൂസൊക്കെ ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മളുടെ സിറപ്പും കൂടി ഒഴിച്ചപ്പോൾ നമുക്കിതാ ഈ പാത്രത്തിൽ നിറയെ ഏകദേശം 2 ലിറ്ററോളം എന്തായാലും ഉണ്ടാവും. ഇത് നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിതിൻ്റെ തണുത്തതിന് ശേഷം മാത്രം പൂർണ്ണമായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കുപ്പികളിലാക്കി വയ്ക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്നും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കരുത്. നമ്മൾ ഇനി എടുക്കുന്ന ഓരോ പാത്രത്തിലും ടീസ്പൂണുകളിലും കയ്യിലുകളിലും ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഈ സ്ക്വാഷ് വെളിച്ച് കേടായി പോകും. അതേപോലെ തന്നെ ആവി വെള്ളം വീഴാണ്ട് സൂക്ഷിക്കുക. നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ നമ്മളത് തണുക്കാനായിട്ട് അനുവദിക്കുക. വല്ല ഫാനിൻ്റെ ചോടയോ മറ്റൊക്കെ വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു. എനിക്ക് ഇതുപോലെ ഒരു 2 ലിറ്ററിനടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി ഞാനിപ്പോൾ അതിൻ്റെ പൾപ്പ് എടുത്തപ്പോൾ അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സബ്ജ സീഡ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ഒരു സൈഡിൽ അത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്ക്വാഷ് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ സബ്ജ സീഡും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്കത് കുടിക്കാനായിട്ട്. തന്നെയുമല്ല ഈ സബ്ജ സീഡ് നമുക്ക് ഈ ചൂടുള്ള ഈ ക്ലൈമറ്റിൽ കഴിക്കുന്നത് നമ്മൾക്ക് ഭയങ്കര ഒരു ബോഡി കൂളാണ്. അപ്പോൾ നമുക്ക് 1/4 ഭാഗം നമുക്ക് ഈ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, 1/4 ഭാഗം ഇത്രത്തോളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് മധുരം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഐസ് ക്യൂബ് ഒന്നും എടുക്കണില്ല, ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സീസണിലൊക്കെ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് കുറേ ഇങ്ങനെ വേസ്റ്റായിട്ടൊക്കെ പോവും. അപ്പോൾ ഒന്നും നോക്കാനില്ല, ഇതേപോലെ അതിൻ്റെ പൾപ്പ് ഫോക്ക് ഉപയോഗിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറേ നാൾ സൂക്ഷിക്കാം. അതേപോലെ ഇതിൻ്റെ സീസൺ എല്ലാം മാറുന്ന ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ് ആവശ്യത്തിന് ചേർത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ എണ്ണം പറയാത്തത് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ എണ്ണത്തിലല്ല കാര്യം, അതിന് എത്രത്തോളം പൾപ്പുണ്ട്, അതിൽ നമുക്ക് എത്രത്തോളം സിറപ്പ് കിട്ടുന്നു അതിനനുസരിച്ച് വേണം നമുക്ക് ഷുഗറിൻ്റെയും വെള്ളത്തിൻ്റെയും അളവൊക്കെ നിശ്ചയിക്കാനായിട്ട്. നോക്കി, നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് സ്ക്വാഷ് റെഡിയായി കഴിഞ്ഞു. ഇതിൽ നമുക്ക് ആവശ്യത്തിന് കളറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തിരിയും കൂടി കളറൊക്കെ വേണമെങ്കിൽ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് യെല്ലോ കളറൊക്കെ ആഡ് ചെയ്യാം. ഞാനത് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നമുക്ക് എപ്പോഴും കളറ് ചേർക്കാത്ത ഭക്ഷണപാനീയങ്ങളൊക്കെ ആയിരിക്കും നമ്മൾക്ക് ആരോഗ്യത്തിന് ഉത്തമം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ സ്ക്വാഷ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും അടുത്തൊരാഴ്ച നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.